മാസങ്ങൾ ഓരോന്നായിട്ട് കടന്നുപോയി. എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഓരോരുത്തരെയായിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. കുളിച്ചിട്ട് ഇറങ്ങിയതിനു ശേഷം കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് തല തുവർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. ഒരു പലാസോ പാൻറ്റും ബനിയനുമായിരുന്നു അവളുടെ വേഷം. കഴുത്തിൽ ഡെന്നി കെട്ടിയ താലിയല്ലാതെ അവളുടെ ശരീരത്തിൽ മറ്റൊരുവിധ ആഭരണങ്ങളുമില്ലായിരുന്നു. തലമുടി മുൻപിലേക്കിട്ട് തല തുടച്ചുകൊണ്ടിരുന്ന അവളുടെ പുറകിൽ കൂടി പെട്ടെന്ന് അവൻ്റെ കൈകൾ ഇഴഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. ഇടുപ്പിൽ കൂടി കൈകളിട്ട് അവളെ തന്നിലേക്ക് അവൻ ചേർത്ത് നിർത്തി. അവളുടെ തലമുടിയിൽ നിന്നും വമിക്കുന്ന ഷാംപൂവിൻ്റെ മണം അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് പോലെ അവന് തോന്നി. അവൾ സംശയത്തോടെ അവനെ നോക്കാൻ തിരിഞ്ഞപ്പോഴേക്കും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞു. പെട്ടെന്ന് അവൻ്റെ താടിയും മീശയും അവളുടെ കഴുത്തിൽ കുത്തിയതും അവൾക്ക് ഇക്കിളിയായി. ഇച്ചായ, അവൾ ചിണുങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു. നിനക്കിന്ന് നല്ല മണമാണല്ലോ പെണ്ണെ, പ്രത്യേകിച്ച് നിന്റെ തലമുടിയിൽ നിന്നും ഇന്ന് നീയിട്ട ഷാമ്പുവിൻ്റെ മണം അതെന്നെ വല്ലാതെ മത്തു പിടിപ്പിക്കുന്നു. അവൻ വല്ലാത്ത നോട്ടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ സോപ്പിട്ട് കുളിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ഇച്ചായ, അതിനു മുൻപേ എന്നെ അടുത്ത സോപ്പിട്ട് പതപ്പിക്കാൻ നോക്കുകയാണോ? അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചതും അവൻ അവളുടെ കഴുത്തിൽ അമർത്തി പല്ലുകൾ അഴ്ത്തി. ആ ഇച്ചായ, അവൾ പെട്ടെന്ന് അവനിൽ നിന്നും കുതറി മാറി. അവനവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. തന്നെ അവൻ കളിയാക്കുകയാണെന്ന് മനസ്സിലായതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചു. കൂടുതൽ ചിരിക്കല്ലേ ഇച്ചായ, എന്തായി കാണിച്ചത്? 32 പല്ല് എൻ്റെ കഴുത്തി പതിഞ്ഞെന്നാ തോന്നുന്നത്. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ? ഇച്ചായ നോക്കട്ടെ. അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഓ വേണ്ട, ഇച്ചായൻ കൂടുതൽ നോക്കണ്ട, നോക്കിയാൽ ശരിയാവില്ല, അവൾ പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് മാറാൻ ശ്രമിച്ചു. എന്നാൽ അവളെ അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. ഞാനൊന്ന് നോക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? അവൻ ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ കൂടി പിടിച്ചു. മറു കൈയാൽ മീശയൊന്ന് പിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ചയ വേണ്ടാട്ടോ. അവൾ ചെറിയ ഭയത്തോടെ അവനെ നോക്കി. എനിക്ക് വേണം കേട്ടോ. അവനും ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടി നൽകി. ഇങ്ങനെ നിന്നാ നമ്മളിന്ന് പോകാൻ താമസിക്കുവേ. അവൻ്റെ മൈൻഡ് മാറ്റാൻ എന്ന പോലെ അവൾ വീണ്ടും പറഞ്ഞു. അത് സാരമില്ല, കുറച്ച് താമസിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൻ്റെ മറുപടി കേട്ടതും അവൻ രണ്ടും കൽപ്പിച്ചാണെന്ന് ഭദ്രയ്ക്ക് മനസ്സിലായി. അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകൾ തൻ്റെ കവിളിലും ചുണ്ടിലും ഒക്കെ മാറി മാറി പതിയുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇല്ല ഭദ്രേ, എനിക്ക് വേണ്ടുന്ന സാധനം നിന്റെ കയ്യിൽ നിന്നും കിട്ടാതെ ഞാനിന്ന് എങ്ങോട്ടും പോവില്ല. വെറുതെ നിന്ന എന്നെ ഈ ഷാമ്പുവിൻ്റെ മണം അടുപ്പിച്ച് മത്ത് പിടിപ്പിച്ചത് നീയാണ്. അതുകൊണ്ട് ആ ഭ്രാന്തിനുള്ള മരുന്നും തരേണ്ടത് നീ തന്നെയാണ്. അവൻ അവളെ നോക്കി വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. അത് കേട്ട് അവൾ തൻ്റെ വിരലുകൾ കൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കറക്കി വിരലുകളൊന്ന് ചുളുക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്തൊക്കെ കാണിച്ച് സോപ്പിട്ടാലും എൻ്റെ മനസ്സ് മാറില്ല ഭദ്രകുട്ടി. എനിക്ക് ഇന്ന് ഈ ചുണ്ടുകൊണ്ട് ഒരു ഉമ്മ വേണം. ഈ ചുണ്ടിൻ്റെ മാധുര്യം എനിക്കിന്ന് അറിയണം. എന്നിട്ട് വേണം ഇച്ചായന് സ്ട്രോങ് ആയിട്ട് ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകാൻ. ഇച്ചായ, അവൾ ഒരു ഇളവ് കിട്ടുമെന്ന് കരുതി വീണ്ടും ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൻ ഇനി തന്നെ വിടില്ല എന്ന് അവൾക്ക് നന്നായിട്ട് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു. അത് കണ്ട് അവന് ചിരി വന്നു. അവൻ അവളുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. അവൻ്റെ നനുത്ത ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ സ്പർശിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ചുണ്ടിൻ്റെ മാധുര്യം അറിഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടതും അവളുടെ മിഴികളും പാതി അടഞ്ഞു പോയിരുന്നു. അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു, പതിയെ, മൃദുലമായി, വേദനിപ്പിക്കാത്ത വിധം. എന്നാൽ ആ ചുംബനം ഗാഢമായിരുന്നു. അവനവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും നുണഞ്ഞു. അവളിൽ നിന്നും നേർത്ത ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകുന്നത് അവൾ അറിഞ്ഞു. വേദന കൊണ്ട് അവളുടെ കണ്ണുകളൊന്ന് ചുളുങ്ങി. അവൻ പതിയെ അവൻ്റെ ചുംബനം അവസാനിപ്പിക്കാൻ തുടങ്ങിയതും അവൾ തിരികെ അവനെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. ആദ്യം ഒന്ന് അന്തം വിട്ടു പോയെങ്കിലും പിന്നീട് അവൾ നൽകുന്ന ചുംബനത്തിൽ അവൻ അലിഞ്ഞു ചേർന്നു. അവൻ്റെ കരങ്ങൾ അവളിട്ടിരുന്ന ഡ്രസ്സിനിടയിൽ കൂടി അവളുടെ നഗ്നമായ വയറ്റിൽ പതിഞ്ഞു. ഇടയ്ക്കെപ്പോഴോ അവൻ്റെ കരങ്ങൾ അവളുടെ മാറിലും അമർന്നു. അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ പിടിച്ചമർത്തി. കുറച്ചു നേരത്തെ ചുംബനത്തിന് ശേഷം അവർ പരസ്പരം മനസ്സില്ല മനസ്സോടെ അകന്നു മാറി. ഡെന്നി ചിരിയോടെ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. അവൻ്റെ ആ നോട്ടം കണ്ട് ഭദ്രയ്ക്കാകെ നാണം തോന്നി. അവൾ തലകുനിച്ച് അവനെ നോക്കാതെ നിന്നു. ഭദ്രേ, അവൾ തലകുനിച്ച് നിൽക്കുന്നത് കണ്ടതും അവൻ അവളെ വിളിച്ചു. എന്നാൽ അപ്പോഴും അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൾ തലകുനിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. അത് കണ്ടതും അവൻ ചിരിയോടെ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. അവൾക്കാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത വിധം നാണമായിരുന്നു. കവിളുകളൊക്കെ ചുമന്ന തക്കാളിപ്പഴം പോലെയായി. അങ്ങനെ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ സ്വയം അവളിൽ അടിമപ്പെടുന്നത് പോലെ അവനും തോന്നി. ഭദ്രേ,
ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ. അവൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. നമുക്കിന്ന് പോണോ? നമുക്ക് ഈ AC-യുടെ തണുപ്പി ഇവിടെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങിയാലോ? അവൻ കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുരുട്ടി. സ്വന്തം പെങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, എന്നിട്ട് ഇവിടെ കിടന്നുറങ്ങിയാലോ എന്ന് നല്ല ആങ്ങളെയായി പറയുന്നത്. ഡോണ വിളിക്കട്ടെ, ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനോട് പറഞ്ഞു. അവളുടെ ആങ്ങളെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഡെന്നി ഭദ്രയെ നോക്കി മീശ പിരിച്ചു. ഉവ്, കൂടുതൽ കൊഞ്ചാൻ നിൽക്കാതെ അങ്ങോട്ട് നടന്നേ. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എടി, അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയേക്കാൾ എനിക്ക് പ്രാധാന്യം ഇതിനാണ്. ഞാൻ ചോദിച്ചത് നീ തരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ ആഘോഷിക്കാന്നേ. അവൻ വീണ്ടും അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു. എന്തായാലും എൻ്റെ പൊന്നു മോന് ഇപ്പം ഞാൻ ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോയിട്ട് വരട്ടെ. ഇപ്പം തന്നെ നേരം വൈകി, ഞാൻ പോയി റെഡിയായിട്ട് വരാം. അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ റെഡിയാകാൻ വേണ്ടി പോയി. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഡെന്നി അവളെ തന്നെ നോക്കി അവിടെ നിന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഭദ്ര ഒരുങ്ങി താഴേക്ക് ഇറങ്ങി ചെന്നു. അവരെ കാത്തു എന്ന പോലെ നേഹ സെറ്റിയിൽ തന്നെ ഒരുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഒരു കൈ തൻ്റെ കുറച്ച് വീർത്തിരിക്കുന്ന വയറ്റിലേക്ക് വെച്ച് ഫോണിലെന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. ഭദ്ര ഒരു ബ്ലാക്ക് കളർ ചുരിദാറായിരുന്നു വേഷം. നേഹ ഒരു സിമ്പിൾ ടോപ്പും ലെഗിൻസുമാണ്. ഭദ്ര ഇറങ്ങി വരുന്ന സൗണ്ട് കേട്ട നേഹ ഫോണിൽ നിന്നും തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ബ്ലാക്ക് കളർ ചുരിദാറിൽ അവൾ ഒന്നുകൂടി ഭംഗിയുള്ളതായിട്ട് അവൾക്ക് തോന്നി. നീ എന്തടി എന്നെ ഇങ്ങനെ നോക്കുന്നത്? നേഹ അവളെ കണ്ണെടുക്കാൻ നോക്കുന്നത് കണ്ട് ഭദ്ര സംശയത്തോട് ചോദിച്ചു. നിനക്ക് ഈ ചുരിദാർ നല്ലതുപോലെ ചേരുന്നുണ്ട് ശ്രീ. ഞാൻ അതുകൊണ്ടാണ് നിന്നെ തന്നെ നോക്കിയിരുന്നത്. പിന്നെ എൻ്റെ ശ്രീ എന്തിട്ടാലും സുന്ദരിയല്ലേ? നേഹ പറയുന്നത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. അല്ല, ഡേവിഡ് ചേട്ടൻ എവിടെ? അവനെ എവിടെയെങ്കിലും കാണാഞ്ഞതും ശ്രീ സംശയത്തോട് ചോദിച്ചു. ഞാൻ ദേ ഇവിടെ തന്നെയുണ്ട് ശ്രീ. ഒരു കുപ്പി വെള്ളവുമായി അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്ന അവനെ കണ്ട് ശ്രീ പുഞ്ചിരിച്ചു. ഞാൻ ഇവക്ക് വേണ്ടി ഒരു കുപ്പി വെള്ളം എടുക്കാൻ പോയതാ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു വെള്ളം നല്ലതുപോലെ കുടിക്കണമെന്ന്. ഞാൻ പുറകെ നടന്ന് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും പെണ്ണ് ശ്രദ്ധിക്കില്ല. ദേവി പറയുന്നത് കേട്ടതും നേഹയും ശ്രീയും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ ചേട്ടനിങ്ങനെ പുറകെ നടക്കുകയല്ലേ, അതിൻ്റെ ആ പെണ്ണിന് ശ്രദ്ധക്കുറവ്. ശ്രീ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി. അവനാണെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് വളരെ സന്തോഷത്തോടെയാണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി കണ്ണു ചിമ്മിയും കാണിച്ചു. അല്ല, മമ്മി ഇതുവരെ റെഡിയായില്ലേ? നേഹ സംശയത്തോടെ അവരുടെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനും റെഡിയാണ് മോളെ. അവരൊരു നല്ല കളർ കോട്ടൺ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങി വന്നുകൊണ്ട് അവളോട് പറഞ്ഞു. അപ്പോഴേക്കും ഡെന്നിയും റെഡിയായി മുകളിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു. എല്ലാവരും വന്നതും അവരെല്ലാവരും വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി. അവർ പുറത്തേക്ക് ഇറങ്ങിയതും ഗേറ്റ് കടന്നു വരുന്ന മറ്റൊരു കാറാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കാർ ആരുടേതാണെന്ന് മനസ്സിലായതും അവർ പുഞ്ചിരിച്ചു. അതിൽ നിന്ന് വൈശുവും വൈകിയും സോബിയും ജോണും ഇറങ്ങി. വൈശുവും വൈകിയും ഒരേപോലെ ഗ്രീൻ കളർ സാരിയായിരുന്നു വേഷം. രണ്ടുപേരും ഒരുപോലെ തന്നെയായിരുന്നു ഒരുങ്ങിയിരുന്നത്. നീയും ഇവരെ പോലെ സാരി ഉടുത്താൽ മതിയായിരുന്നു. അതാകുമ്പോൾ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ നമുക്കതങ്ങ് നടത്തായിരുന്നു. ഞാനൊരു റൊമാൻറ്റിക് മൂഡിലോട്ടും വന്നേനെ. മാത്രമല്ല അഴിക്കാൻ ഇതായിരുന്നു ഈസി. ഡെന്നി പതിയെ ശ്രീയുടെ ചെവിയിൽ പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ച് വെച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു. അതിന് അവനാണെങ്കിൽ നല്ലതുപോലെ ചിരിച്ചു കാണിക്കുകയും ചെയ്തു. ഇന്നെന്താ പതിവില്ലാതെ രണ്ടുപേരും ഒരേപോലെ സാരിയൊക്കെ കൊടുത്തിരിക്കുന്നത്? സാധാരണ നിങ്ങൾ ഇരട്ടകളാണെങ്കിലും രണ്ടുപേരും രണ്ട് ഡ്രസ്സല്ലേ ഇടുന്നത്. ഒരേപോലെ ഇട്ടാലും രണ്ട് കളറും ആയിരിക്കും. ഇന്നിപ്പോൾ ഇതിൽ ആരാണ് വൈക ആരാണ് വൈശു എന്ന് തിരിച്ചറിയാനേ പറ്റുന്നില്ലല്ലോ. ഡെന്നിയുടെ മമ്മി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. എൻ്റെ പൊന്നാൻറ്റി, ഒന്നും പറയണ്ട. ഞങ്ങൾ അങ്ങനെ ഒരുപോലെ ഡ്രസ്സ് ഇടുന്നത് വളരെ ചുരുക്കമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരുപോലെ ഇട്ടാൽ ഞങ്ങൾ എന്തായാലും തിരിച്ചറിയില്ല. മിക്കവാറും അവൾ മോഡേൺ ഡ്രസ്സും ഞാൻ നാടൻ രീതിയിലുള്ള ഡ്രസ്സും ആയിരിക്കും. ഇന്ന് ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരേപോലെ ഡ്രസ്സ് ഇടാന്ന് വെച്ചത്. പക്ഷെ അത് ഇത്ര ഗുലുമാലായിരിക്കുമെന്ന് ഞങ്ങൾ പോലും കരുതിയില്ല. വൈശു ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും സോബിയും ജോണും പറയല്ലേ, ഞങ്ങളെ നാണം കെടുത്തല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അവരെ രണ്ടുപേരെയും നോക്കി കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു തരം അമളി പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും തോന്നി. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇവരുടെ മുഖത്ത് ആകെ ഒരു അങ്കലാപ്പ്. ദേവി അവരുടെ രീതികൾ കണ്ട് ചിരിയോടെ കളിയാക്കി. സംഭവിച്ചോന്നോ? ഇന്ന് മുഴുവൻ സംഭവിച്ചത് ഗുലുമാലായിരുന്നു. ഞാനാണെന്നും കരുതി സോബിച്ചിനെന്ന് വൈകിയെ കിസ് ചെയ്തു. ഭാഗ്യത്തിന് കവിളിലാ ചെയ്തത്. പിന്നെ പെങ്ങൾക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. വൈഷു പറയുന്നത് കേട്ടതും എല്ലാവരും കൂട്ടച്ചിരിയായി. സോബി ആ രംഗം മനസ്സിലോർത്തു.
ഇന്ന് വൈഷു സാരിയാണ് ഉടുക്കുന്നതെന്ന് നേരത്തെ തന്നെ തന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഒരേ കളർ സാരിയാണെന്ന് പറഞ്ഞില്ല. അവരുടെ അമ്മയാണ് രണ്ടുപേർക്കും സാരി ഉടുപ്പിച്ചു കൊടുത്തത്. എങ്കിൽ അവളെ ഒന്ന് കാണാമെന്ന് കരുതിയാ ചെന്നത്. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അടുക്കളയിൽ പച്ച കളർ സാരി ഉടുത്ത് തിരിഞ്ഞു നിന്ന് എന്തോ ചെയ്യുന്ന പെണ്ണിനെയാണ് കണ്ടത്. പുറകിൽ കൂടി പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തോ ധൃതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവളും അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. സോബി പതിയെ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ പെട്ടെന്ന് ബഹളം വെക്കാൻ തുടങ്ങിയതും അവൻ ഒരു കൈകൊണ്ട് അവളുടെ വായും പൊത്തിപ്പിടിച്ചു. പിന്നെ കവളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. വൈകിയാണെങ്കിൽ ഞെട്ടി പണ്ടാരടങ്ങി നിൽക്കുകയാണ്. തൻ്റെ പുറകിൽ നിൽക്കുന്നത് ജോൺ അല്ല എന്ന് അവൾക്ക് 100% ഉറപ്പായിരുന്നു. ഞെട്ടലൊന്ന് മാറിയതും അവൾ ബലമായി തന്നെ അവനെ തള്ളിമാറ്റി. അവൻ പുറകിലേക്കൊന്ന് വേയിച്ചു. സോബിച്ച, ഇത് ഞാനാ വൈഷു എൻ്റെ റൂമിൽ പൊട്ടെടുക്കാൻ വേണ്ടി പോയി. അവൾ പെട്ടെന്ന് പറഞ്ഞതും സോബിക്ക് ഭൂമി രണ്ടായി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നുവെങ്കിലെന്ന് ഒരു നിമിഷം തോന്നി. ഷേ, അയ്യോ മോളെ, ഞാൻ അവളാണെന്ന് കരുതിയിട്ടാ. എന്നോട് ക്ഷമിക്ക്. അവൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. അത് സാരമില്ല സോബിച്ച, അതൊരു ആങ്ങളയുടെ ഉമ്മയായിട്ട് ഞാൻ കരുതിക്കോളാം. അവൾ പെട്ടെന്ന് കവളിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി യാന്ത്രികമായി പറഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ സോബി രാവിലെ നടന്ന സംഭവങ്ങൾ ഓർത്തു. അപ്പോൾ ഇവനോ? ഡെന്നി സംശയത്തോടെ ജോണിനെ നോക്കി. ഏട്ടൻ പിന്നെ കിസ് ചെയ്യാനൊന്നും പോയില്ല. അറിയാലോ, ഈ അൺറൊമാൻറ്റിക് മുരാജി എവിടെ കിസ് ചെയ്യാൻ? എനിക്ക് വേണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് അത്ര അബദ്ധമൊന്നും ഇവിടെ പറ്റിയില്ല. സാരി ഉടുത്തപ്പോൾ വയറ് കാണുന്നു എന്നും പറഞ്ഞ് ഇവൾക്ക് കുറേ വഴക്ക് കേട്ടു. ഇവളാണെങ്കിൽ അങ്ങോട്ട് എത്രയൊക്കെ ഞാൻ വൈഷു ആണെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ വാതോരാതെ പറയുകയായിരുന്നു. ലാസ്റ്റ് എൻ്റെ പൊന്നാങ്ങളയുടെ കയ്യിൽ നിന്ന് കിസ് കിട്ടിയ കാര്യം ഓടി ചെന്ന് പറയാൻ നോക്കുമ്പോഴുണ്ട് ഞാനാണെന്ന് പറഞ്ഞ് ഇവളെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ലാസ്റ്റ് എന്നെയും കൂടി കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി. ഞങ്ങളിൽ ആരാ സ്വന്തം കെട്ടിയോളെന്ന് മനസ്സിലായില്ല. ലാസ്റ്റ് 2 പേർക്കും അബദ്ധം പറ്റിയ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വീട്ടിലാകെ ചിരിയായിരുന്നു. മമ്മിയൊക്കെ ദേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നേരം പോലും ചിരിയോട് ചിരി. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് സാരി ഉടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ സാരി ഉടുക്കുകയാണെന്ന് ഇവരോടും പറഞ്ഞില്ല. വൈക ചിരിച്ചു. ജോൺ രാവിലെ നടന്ന സംഭവങ്ങൾ ഓർത്തു. മുറിയിലേക്ക് ചെന്നതും കണ്ണാടിയിൽ നോക്കി പൊട്ടുകുത്തുന്ന വൈകിയാണ് കണ്ടത്. തൻ്റെ മുൻപിൽ നിൽക്കുന്നത് വൈഷു ആണെന്നറിയാതെ അവൻ ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. പെട്ടെന്നാണ് അവൾ സാരി ഉടുത്തിരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വയറൊക്കെ നന്നായിട്ട് കാണാം. അത് കണ്ടതും അവന് ദേഷ്യം വന്നു. ഡി, അവൻ ഉറക്കി വിളിക്കുന്നത് കേട്ട് വൈഷു ഞെട്ടി. അത് ജോ. അവൾ എന്തോ പറയാൻ തുടങ്ങി. നിന്നോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത്? ഈ അറിയാത്ത കുന്ത്രണ്ടൊന്നും ഉടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? കണ്ടില്ലേ, വയറൊക്കെ കാണാം. ഇതൊക്കെ ആരെ കാണിക്കാനടി ഇങ്ങനെ കാണിച്ചുകൊണ്ട് കിടക്കുന്നേ? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അത് ഞാൻ അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങി. നീയാണോ അമ്മയാണോ സാരി ഉടുപ്പിച്ചത്? അവൻ വീണ്ടും ചോദിച്ചു. അമ്മ, അവൾ പറഞ്ഞു. നീ പറഞ്ഞു കാണും വയറ് കുറച്ച് കാണട്ടെ എന്ന് അല്ലേ? ഇന്നലെ രാത്രി നീ എന്നോട് പറഞ്ഞില്ലേ സാരി ഉടുക്കുമ്പോൾ വയറ് കാണണം എങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്ന്? അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ എനിക്കിഷ്ടമല്ലെന്ന്. അവൻ വീണ്ടും ദേഷ്യപ്പെട്ടു. ഏട്ടാ. പെട്ടെന്ന് വാതിൽക്കലേക്ക് വന്നു നിന്ന് വൈക വിളിച്ചതും അവൻ ഞെട്ടി. പിന്നെ മാറി മാറി 2 പേരെയും നോക്കി. ഞാൻ വൈഷുവാ. വൈഷു അവനെ നോക്കി പറഞ്ഞതും അവൻ ഇളിച്ചു കാണിച്ചു. വൈക അവനെ കളിയാക്കാനും തുടങ്ങി. അവർക്ക് അമളി പറ്റിയ കാര്യം പറഞ്ഞ് എല്ലാവരും ചിരി തന്നെയായിരുന്നു. ഏതൊരു പോലീസുകാരനും ഒരബദ്ധം പറ്റും, ജയിക്കാൻ എന്ന പോലെ സോബി പറഞ്ഞു. ഉവ്വ് സ്വന്തം ഭാര്യമാരെ അബദ്ധം പറ്റി തിരിഞ്ഞു പോകുന്നത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഡെന്നി അതിനെ തിരികെ കളിയാക്കി. അതിപ്പോൾ രണ്ടും ഒരുപോലെ ഇരുന്നാൽ ഞങ്ങളെന്ത് ചെയ്യാനാ? ജോൺ കൈമലർത്തി. അങ്ങനെ പരസ്പരം കളിയാക്കിയും ചിരിച്ചും അവർ ഡോണയുടെയും ജോയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകാൻ പുറപ്പെട്ടു. പെട്ടെന്നാണ് ഡെന്നിക്കൊരു കോള് വന്നത്. ആരാണെന്നുള്ള അർത്ഥത്തിൽ അവൻ ഫോൺ എടുത്ത് നോക്കിയതും വിനുവിൻ്റെ വീഡിയോ കോളാണ് കണ്ടത്. അവനൊരു ചിരിയോടെ ഫോൺ എടുത്തു. ഞാൻ നിൻ്റെ കാര്യം ഇപ്പം മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ജോലി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ ചേട്ടായി. ഇന്ന് ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് വിളിച്ചത്. അതും പറഞ്ഞ് അവൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ ഫോണിൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഫോട്ടോയിൽ മാത്രമായിരുന്നു അവളെ അവരെല്ലാവരും കണ്ടിരുന്നത്. നേഹ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നേഹ ചേച്ചിയല്ലേ? അവളെ കണ്ടതും ശിഖ പെട്ടെന്ന് ചോദിച്ചു. അതിന് നേഹ ആണെന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി. ഇച്ചായം പറഞ്ഞു. ഇപ്പം എത്ര മാസമായി? ശിഖ സംശയത്തോടെ അവളോട് ചോദിച്ചു. 4 മാസം കഴിഞ്ഞു. അവളെ നോക്കി പുഞ്ചിരിയോടെയാണ് നേഹ മറുപടി നൽകിയത്. നിങ്ങളെല്ലാവരും ഇവളെ ഫോട്ടോയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇവളെ വീഡിയോ കോളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് കരുതി. അതുകൊണ്ട് വിളിച്ചതാ. രണ്ടും കൂടി എവിടെയൊക്കെയോ കറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നല്ലോ. ദേവി അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ് അല്ല ചേട്ടായി, ഇവൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് കൊണ്ടാക്കാൻ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എക്സാമിന് ഇറങ്ങിയതാ. അപ്പോൾ പെട്ടെന്ന് തോന്നിയതാ നിങ്ങളെയൊക്കെ ഒന്ന് വിളിക്കാമെന്ന്.
അല്ല, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയാണെന്ന് തോന്നല്ലോ. അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു. ഇന്ന് നമ്മുടെ ഡോണയുടെയും ജോയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ? ഞങ്ങളെ എല്ലാവരെയും അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകാൻ പോവുകയായിരുന്നു. ഓ, ഞാനതങ്ങ് മറന്നു. അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വിഷ് ചെയ്തു. ഇവിടെ രാവും പകലും വ്യത്യാസമാണല്ലോ. എങ്കിൽ പിന്നെ ഇനി താമസിക്കണ്ട, നിങ്ങൾ പോയിട്ട് വാ, അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ല, വീഡിയോ കോളിൽ നല്ല സുന്ദരിയായിട്ടുണ്ട് ആ കുട്ടി. മമ്മി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അതാ ഞാനും മനസ്സിൽ ചിന്തിച്ചത്, നമ്മുടെ വിനുവിന് ചേർന്നൊരു പെൺകുട്ടി തന്നെ. ഇതാ പറയുന്നത്, ദൈവം ഓരോരുത്തർക്കും ഓരോരുത്തരെയും വിധിച്ചിട്ടുണ്ടെന്ന്. സമയമാകുമ്പോൾ എല്ലാവരും അവരവരുടെ കൈകളിൽ തന്നെ എത്തും. സോബി പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണെന്ന് ജോയിയുടെ വീട്. ഡോണ, അവളുടെ കാതിൽ പതിയെ അവൻ വിളിച്ചതും അവൻ്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്ന അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ കിടന്നാൽ മതിയോ? നമ്മൾ ഒരുങ്ങാനാണെന്നും പറഞ്ഞ് മുറിയിലേക്ക് വന്നിട്ട് കുറച്ചു നേരമായി. ഇതുവരെ റെഡിയായി താഴേക്ക് ചെന്നില്ലെങ്കിൽ മമ്മിയും പപ്പയൊക്കെ എന്ത് കരുതും? മോള് ചെല്ല്, അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും പുതുപ്പും ചുറ്റി ഡോണ അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റു. അവനും അവളുടെ ഒപ്പം തന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. നഗ്നമായി അവളുടെ പുറത്തുനിന്ന് ചുണ്ടുകൾ ചോർത്തു. അവൾ പുതുപ്പും ചുറ്റി തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കാൻ തോന്നുക, അവൻ പറയുന്നത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. ഡോണ, എടി ഡോണ. പെട്ടെന്നാണ് അവരുടെ റൂമിൻ്റെ വാതിലിൽ മുട്ടി കേട്ടത്. സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി വിളിക്കുന്നത് വൈകിയാണെന്ന്. അയ്യോ ജോച്ചായ, വീട്ടിൽ നിന്ന് മമ്മിയും ചാച്ചന്മാരും ഒക്കെ വന്നു എന്ന് തോന്നുന്നു. ഷോ, അവരുടെയൊക്കെ മുമ്പിൽ നാണം കെടും. ഞാൻ അപ്പടി പറഞ്ഞതാ ഈ നേരത്തെ ഇതൊന്നും വേണ്ടാന്ന്. അവൾ നഖം കടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളെ നോക്കി ചിരിച്ചു. ഞാൻ പോയി കതക് തുറക്കാം, നീ വേഗം ബാത്റൂമിലേക്ക് ഓടിക്കോ, അവൻ പറഞ്ഞതും അവൾ ഡ്രസ്സും എടുത്ത് പുതുപ്പം ചുറ്റി ബാത്റൂമിലേക്ക് ഓടി. നിലത്ത് ചിതറിക്കിടന്ന അവൻ്റെ ഷോർട്ട്സും ബനിയനും എടുത്തിട്ടുകൊണ്ട് അവൻ തലമുടിയൊക്കെ ഒന്ന് ശരിയാക്കിയതിനു ശേഷം ചെന്ന് വാതിൽ തുറന്നു. സാരിയൊക്കെ കൊടുത്ത് മുൻപിൽ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി. എന്താ ചോദിച്ചേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ബോറാണോ? അവൻ നോക്കുന്നത് കണ്ട് അവളും സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, നീ പച്ചിച്ച് എവിടെ പോവുകയാണെന്ന് നോക്കിയതാ, അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുരുട്ടി. എല്ലാവരും എത്തിയോടി? അവളെ കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു. എത്തിയോന്നോ? ഞങ്ങളെല്ലാവരും വന്ന് ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ചു. എന്നിട്ട് ഒരുങ്ങാൻ വേണ്ടി റൂമിൽ പോയവരെ താഴേക്ക് കണ്ടില്ല. ജോസേട്ടൻ്റെ അമ്മ പറഞ്ഞല്ലോ നിങ്ങൾ റൂമിൽ കയറിപ്പോയിട്ട് ഏകദേശം 1.5 മണിക്കൂറായെന്ന്. ഇതുവരെ നിങ്ങളെ താഴേക്ക് കാണാഞ്ഞതുകൊണ്ട് നോക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാ. അല്ല, അവളെവിടെ? അവൾ അകത്തേക്ക് തലയിട്ടുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടത്. അവൾ കുളിക്കുന്നതേ ഉള്ളോ? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇത്ര നേരം ഈ റൂമിൽ എന്തെടുക്കുകയായിരുന്നു? അവൾ ഇളിയിൽ കൈകുത്തി നിന്ന് പുരുകം പൊക്കി അവനെ നോക്കി ചോദിച്ചു. അത് പിന്നെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ? അവൻ തല ചൊറിഞ്ഞുകൊണ്ട് അവളെ നോക്കി. അതുകൊണ്ട്? അവൾ വീണ്ടും പുരുകം പൊക്കി. അതുകൊണ്ടൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ഞങ്ങൾ റെഡിയായി താഴേക്ക് വരാം, നീ താഴേക്ക് ചെല്ല്, അവൻ അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ച് വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ താഴെ ചെന്ന് ഒക്കെ എല്ലാവരോടും പറയുന്നുണ്ട്, ഇതുവരെ നിങ്ങൾ റെഡി ആയിട്ടില്ലെന്ന്. ബാക്കിയൊക്കെ അവർ ഊഹിച്ചെടുത്തോളും, അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. അല്ല ജോസേട്ടാ, നിങ്ങൾ നിങ്ങളുടെ മറ്റേ അമ്മായിയെ വിളിച്ചിട്ടുണ്ടോ? ഞങ്ങളെ കാണുമ്പോൾ ചൊറിഞ്ഞു കയറുന്നവരെ? അവൾ സംശയത്തോട് ചോദിച്ചു. ഏയ്, ആരെയും വിളിച്ചിട്ടില്ല. അവളെ വിഷമിപ്പിക്കുന്ന ആരും ഇന്ന് വേണ്ട. ഇന്ന് ഹാപ്പി ഡേ ആണ്. സോ എൻ്റെ ഫാമിലി നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ വന്നാൽ എന്തായാലും എന്തെങ്കിലും പറഞ്ഞ് അവളെ ചൊറിയും. അവളാണെങ്കിൽ കരയാനും തുടങ്ങും. സോ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അതാ നല്ലത്. അവരുണ്ടേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് വന്നത്. ചൊറിഞ്ഞ മാന്താൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. വൈകി ചിരിച്ചു. അത് കണ്ട് അവനും പുഞ്ചിരിച്ചു. ശരി, എങ്കിൽ ഞാൻ പോവാ, പെട്ടെന്ന് വരണേ, അവൾ പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. ജോയും ഡോണയും കുറച്ച് നിമിഷത്തിനകം റെഡിയായി താഴേക്ക് ഇറങ്ങിച്ചെന്നു. അവർക്ക് വേണ്ടി ആ ഹാൾ നന്നായി അലങ്കരിച്ചിരുന്നു. ജോ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കുടുംബക്കാർ മാത്രമുള്ള ചെറിയൊരു ആഘോഷമായിരുന്നു അത്. എല്ലാവരും അവർക്ക് വേണ്ടി ഗിഫ്റ്റ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കുകയും അവരെ വിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ജോയുടെ ഫോൺ റിങ് ചെയ്തത്. രുദ്രൻ എന്ന് കണ്ടതും അവൻ ചിരിയോടെ കോളെടുത്തു. എല്ലാവരും വന്നോടാ? എടുത്ത പാടെ രുദ്രൻ ചോദിച്ചു. നിങ്ങളുടെയും വിനുവിൻ്റെയും കുറവ് മാത്രമേ ഇവിടെ ഉള്ളൂ. ദേ അവന്മാരും അവളുമാരും ഒക്കെ ഉണ്ട്. അവൻ ബാക്ക് ക്യാമറ ഓണാക്കി എല്ലാവരെയും അവന് കാണിച്ചു കൊടുത്തു. അച്ചു എവിടെ? ശ്രീയാണ് ചോദിച്ചത്. രുദ്രൻ പെട്ടെന്ന് അച്ചുവിൻ്റെ കയ്യിലേക്ക് കോള് കൊടുത്തു. അച്ചുമ്മ കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളോ? അവളെ കണ്ടതും ഡോണ ചോദിച്ചു. കുഞ്ഞിപ്പോഴാ ഉറങ്ങിയേ, അങ്ങനെ പോയി കുളിച്ചതാ, അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു. എന്നിട്ട് കണ്ണൻ എവിടെ? ശ്രീ ചോദിച്ചത് ഉറങ്ങുന്ന കുഞ്ഞിനെ അവൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അയവ, ഞങ്ങളെ അധികം വൈകാതെ തന്നെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കണ്ണനെ കാണാൻ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെക്കാളൊക്കെ മുമ്പേ ഇവിടെ ഒരു കപ്പിള് ഗോളടിച്ചു. ഇനി അതിൻ്റെ റിസൾട്ട് വരാതെ ദൂരയാത്ര പാടില്ല എന്ന ഡോക്ടറിൻ്റെ നിർദ്ദേശം. വൈക നേഹയെ കളിയാക്കി. അതാണെന്നേ, ഞാനിവിടെ വടി പോലെ നിന്നിട്ട് എന്നേക്കാൾ മുൻപേ ഇവൻ അവൾക്ക് പണി കൊടുക്കുമെന്ന് ഞാനും കരുതിയില്ല. ഡെന്നി വിഷമത്തോടെ പറഞ്ഞു.
നിന്നെക്കൊണ്ട് സാധിക്കാത്തത് അവൻ സാധിച്ചു, അങ്ങനെ കരുതിയാൽ മതി നീ. ജോൺ അവനെ കളിയാക്കി. ഉവ്വ് ഉവ്വ് മോനെ, അവിടെ മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തിരിച്ചറിയാത്ത കഥ ഞാൻ ഇവരോടും പറയും. അവൻ തിരികെയും പറഞ്ഞു. അതെന്താടാ? രുദ്രൻ സംശയത്തോട് ചോദിച്ചതും ദേവി രാവിലെ നടന്ന സംഭവങ്ങൾ മുഴുവൻ അവരോട് പറഞ്ഞു. പിന്നീട് അതൊരു കൂട്ടച്ചിരിയായി തന്നെ മാറി. പിണക്കങ്ങളും ഇണക്കങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും അതിലുപരി പരസ്പരം കളിയാക്കലുകളും നിറഞ്ഞ അവരെല്ലാവരുടെയും ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നു.